താങ്ക് യു സോ മച്ച്. ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ, നമുക്ക് സങ്കടം വരുന്നത് പോലെ, നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സിനിമയെ നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദം ജാഫർ ഇടുക്കി. അല്ല, ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കത്തിലിരിക്കുമ്പോ ജാഫർക്കാട് ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിലാണ് ഈ കയ്യടി തിയേറ്ററിൽ കിട്ടിയിരുന്നത്. മതി മറന്ന് കയ്യടിക്കട്ടെ. ജാഫർക്ക പ്ലീസ്. ഹലോ, നമ്മളോട് നമുക്ക് സംസാരിക്കാം. സിംഗിൾ തലരാവണ ശരിക്കും. നമസ്കാരം. ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും ഒരു 3 ദിവസം മുമ്പ് വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞാൽ ഇനി പിന്നെ അതിനെക്കുറിച്ച് നടപടി ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇങ്ങനെ അഭിപ്രായം, മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദി പറയും. ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ്മാ മോശമായിട്ട് പറയുവാന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോൾ വിഷമങ്ങളെ ഉള്ളത്. ആർക്കും അഭിപ്രായമൊക്കെ പറയാമല്ലോ. ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷമല്ല, വലിയ വേഷമാണ്. ഒരു എൻ്റെ ഞാൻ പറയട്ടെ, ഞാനൊക്കെ മിമിക്രിയിൽ പ്രൊഫഷണലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡയറക്ടർ സാറ് അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രമുണ്ട്. എനിക്കിപ്പോൾ 1, 2, 3 പടത്തിൽ എനിക്ക് ചാൻസ് ചെയ്താൽ കിട്ടും. നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും പിന്നെ ഈ പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിലും നല്ലതാണെന്നറിഞ്ഞാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം. ഓക്കെ. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക, അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക, ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹമാണ്. ജിസ്മോനുമായിട്ട് എനിക്കൊരു 30 കൊല്ലത്തെ അല്ലേ പരിചയമുള്ള ആൾക്കാരാണ്. അതിനുശേഷം കുറേ പടങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ചോദിക്കണമെന്നുണ്ട്, എന്താണ് വിളിക്കാത്തതെന്ന്. അപ്പോൾ ചോദിക്കാനൊരു മടിയുണ്ട് ഇങ്ങനെ ഇരുന്ന്. പക്ഷെ തെളിയോ നോക്കാൻ വേണ്ടി. പക്ഷെ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു. പടം കണ്ട പലരും റോഷാക്കിന് ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിസ്മോനെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും ജാഫർക്ക് ഇവരുടെ എല്ലാം ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. മിയാനുശ്രീ, നിങ്ങളുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക സ്നേഹം ഉണ്ടാവും. അപ്പോൾ കാണാത്തവർ കാണട്ടെ ഇനി, അല്ലേ? തീർച്ചയായിട്ടും കണ്ട് ഇനിയും വിജയിപ്പിക്കട്ടെ ഞങ്ങൾ. അല്ല, ഇന്നലെ മുതൽ അന്യഭാഷ റീമേക്ക് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പ്രൊഡ്യൂസർ അതിന്റെ തിരക്കിലാണ്. കേൾക്കുന്നില്ല. അപ്പൊ ആളതിനെ കുറിച്ച് കുറച്ചും കൂടെ ചിന്തിക്കട്ടെ. നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അവസരം കൊടുക്കാം, അല്ലേ? ഈ സമയത്ത് അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ ബീച്ചേട്ടനെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റില് ബീച്ചേട്ടനോട് വേണമായിരുന്നു. തമിഴ്നാട് പബ്ലിസിറ്റി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ നല്ല റിവ്യൂസ് വരുന്നുണ്ട്. പുള്ളി അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പേരുടെ ഇടയിൽ കിടക്കുന്നതിന് നല്ലത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ കൈയടി വാങ്ങിക്കോളാം. ഇപ്പൊ വിളിക്കണ്ടോ? എനിക്ക് കസറിയിട്ടില്ലല്ലോ. ഒത്തിരി സന്തോഷം. നമ്മളെല്ലാവരും ഒരു സിനിമ നന്നാവണം, നല്ലതായിട്ട് വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അതിന് എല്ലായ്പ്പോഴും നമ്മൾ ആ ഉദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ
എന്താ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ചു നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടും ഒക്കെ നന്ദി. ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ഇന്നലെ മുതൽ നമ്മുടെ മൂവി റിലീസ് ചെയ്തത് മുതൽ ഒരുപാട് നല്ല കമൻസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. മിയ പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം. അതിലുപരി സിനിമ വിജയിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം, അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ പാർട്ട് അല്ലെങ്കിലും എന്നാലും വളരെ ചെറിയ പാർട്ട് അല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മഴയൊക്കെയാണ്, ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട്. കണ്ട ആൾക്കാർ വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്ന ഒരു കമന്റ്സ് ഇതുവരേക്കും കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കാണാത്തവർ പോയി മൂവി കാണുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ജിസേട്ടൻ്റെ ഒരു പുതിയ ഇത് അതെ, അതപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല. സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാം. താങ്ക് യു സോ മച്ച്. കൊച്ചായിട്ട് അഭിനയിച്ച റെസ്റ്റോറൻറ്റ് വെച്ചിട്ടേ മോളായിട്ട് അഭിനയിച്ച ഇപ്പം നടന്ന സംഭവം. എൻ്റെ അടുത്ത് വേണ്ടിക്കാരനും പറയുക അങ്ങനെ കൈയാണിച്ചങ്ങ് പോയി. ഞാനും അവിടുത്തെ നസ്സറിന് ഞാൻ ഇരിക്കുക. ഞാൻ ചെന്ന് സോറി പറഞ്ഞു. എനിക്കതിനാ കൊച്ചിനെ മനസ്സിലായില്ല. ലാസ്റ്റ് സോറി പറഞ്ഞു. ഓക്കെ കുമ്പിളപ്പോ തന്നെ മഹേഷ് ചേട്ടനെ ഇന്ത്യയിൽ നിന്ന് അകത്തിയിട്ട് പോയതാണ്. സ്വന്തം മോളെ തിരിച്ചറിയാൻ കുഴപ്പമില്ല, തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ അന്നൊക്കെ കാനഡയിൽ പോയില്ലേ, അപ്പൊ ഇത് കുടുംബ വഴക്ക് തീർക്കാനുള്ള ഒരു കാണരുത്. നമസ്കാരം. ഒരു തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. ആക്ച്വലി തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ജിസ്മോൻ ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക അതൊരു ബ്രാൻഡാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആസിക്കയും ബിച്ചാട്ടനും ഇങ്ങനെ കൺമുന്നിൽ അഭിനയിച്ച് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ. പിന്നെ ഭയങ്കര നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അത് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. നോക്കി ഇങ്ങനെയാണ് ഒരു ഹിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ. അപ്പം അത് ഭയങ്കര ഫീലാണ്. എന്തായാലും താങ്ക് യു. എല്ലാവരും ഇനിയും പടം കാണുക എന്നുള്ളതോട് പറയാൻ താങ്ക് യു സോ മച്ച്. അതായത് ആസിഫിന്റെ ഞാൻ ബൈസെലക്ടീവ്സിൽ ആസിഫിനെ സമീപിക്കുമ്പോൾ ആസിഫ് അല്ല ഇപ്പോൾ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസിഫിന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഒത്തിരി നാൾ നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിജുചേട്ടൻ്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ മധുബാലേട്ടൻ വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാല. അപ്പോൾ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ മധുബാലേട്ടൻ പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്നത് അല്ലേ ആസിഫ്, ആ സിനിമയിലാണ് ആ ഒരു ബോയ് എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറിയിട്ടൊരു മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത് അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഇനിയും മിനുക്കൽ പരിപാടികളുണ്ടോ? ഏത് ഈ സിനിമ? അല്ല, ഇനി വരാൻ പോകുന്ന സിനിമകൾ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ അങ്ങനെയല്ലേ, ഏറ്റവും പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയത് എന്താ പറയാ യുണീക്ക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓഡിയൻസ് അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് ഇനി സ്കോപ്പില്ല. ഇനി യുണീക്ക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തേച്ചു മിനുക്കി ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റുമായിട്ടേ ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ?
ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് എന്നല്ല, ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിനുണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ട് എൻ്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഇതില് കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമയിൽ, ഈ സിനിമ തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി. അതുവരെ ഞാൻ ആസിഫിനോട് വിജയനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിനു ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ച് വലുതാണ്. ഈ പറഞ്ഞ പോലെ രാത്രികളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട്. ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് അതിന്റെ റൈറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ തിരക്കഥ ശരത്തും ആനന്ദുമാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിൽ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എൻ്റെ. പക്ഷെ ഈ സിനിമ തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു. എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും 6 പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പുതിയ ജിസ് ജോയ് ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ് ജോയ് ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ് ജോയിനെ ഓർത്തിട്ടൊക്കെ എഴുതിയതാ അല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ല. ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞത് ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ അടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോൾ അമ്മാവനാണ് മന്ത്രി. പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടുക. ഞാൻ പറയുന്നത് അല്ല. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം പഴയ അങ്ങനെ ഓർത്തെഴുതിയതല്ല. ജാഫർ ഇടിച്ചോന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അത്തരം ടെൻഷൻ നിൽക്കുമ്പോ ചിരി ഉണ്ടാക്കാം. അത് എങ്ങനെ വന്ന ഐഡിയ? അത് എനിക്ക് എഴുതി വന്നപ്പോഴേ ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ എവിടെയോ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും എതിരായിരുന്നു. എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത്, അവരുടെ ക്യാരക്ടർ വരരുത് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു. അത് വേണം. ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ രീതിയിലും അപ്പൊ എനിക്ക് അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കാണുമ്പോഴേ എന്താ വെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇത്രയും ഉണ്ടെന്നേ. സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകുമോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോൾ. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ അതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്. അല്ല, എനിക്ക് ചുവന്ന ലൈറ്റ് എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങളുടെ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ജിസിന് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ജിസുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ടും
ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയി. അപ്പോൾ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലാസ് പൊളിക്കണം, നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും എൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും വെറുപ്പ് തോന്നുന്നു എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. പറയിപ്പിച്ചു. അല്ല, ജിസ്മോൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇപ്പം ഈ പറഞ്ഞല്ലോ, വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ക്യാരക്ടറിൻ്റെ അതിനൊരു രൂപമുണ്ടല്ലോ, ഒരു കാരിക്കേച്ചർ രൂപമുണ്ടല്ലോ, അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പുരികത്തിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇട്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മൾ മിമിക്രിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം ആദ്യം നമ്മളൊരാളുമായിട്ടൊന്ന് ഇപ്പം ജിസ്മോനായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് അഭിനയിക്കാൻ നോക്കും. കുറെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറെ സാധനം ഉണ്ടല്ലോ പഴയ തൊട്ട്. അപ്പൊ കുറച്ച് കൂടുതൽ അഭിനയം എടുത്തപ്പോ അപ്പൊ ജിസ്മാൻ പറഞ്ഞു, അത്രയും വേണ്ട നമുക്ക് ഈ പടത്തിൽ, ഇത് മതി. ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനി ഇവരുടെ ടീമിൽ വരട്ടെ എന്നാണ്. ഈ സ്ക്രിപ്റ്റില് ഭയങ്കര പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷൂട്ട് ഭയങ്കര ആസ്വദിച്ചു. പ്രത്യേകിച്ച് ജാഫർക്ക് വരുമ്പോ, ജാഫർക്കടയിൽ ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്പീക്കറും ഇതുപോലത്തെ ഒരു കോർഡ്ലെസ് മൈക്കും ഉണ്ട്. രാത്രി ഗാനമേള, മിമിക്രി, ബിജുമേനന്റെ പാട്ട്, ഭയങ്കര അതെ, കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടിക്ക് വരാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പൊ ഈ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നത്. ആസിഫിക്ക, ഇന്നലെ പടം കാണാൻ വേണ്ടി ഫാമിലി ഒന്നായിട്ട് വന്നു, ഉമ്മയും വൈഫും ഒക്കെ വന്നു. പടം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് കെട്ടിപ്പിടുത്തവും ആസിഫിക്കിന്റെ കണ്ണുനീരൊക്കെ വന്നു. അപ്പോൾ ഒരു ഹിറ്റ് ഓൾറെഡി ആസിഫിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഫാമിലി അടക്കം, എൻ്റെ ഫാമിലി എൻ്റെ ഹിറ്റ് ആദ്യം കാണണം എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹിറ്റ് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു ആസിഫിക്ക്? ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പയുമായി എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ, അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. അപ്പൊ ഞാൻ ജസ്റ്റിന്റെ കൂടെ ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട്, അതെ, വാപ്പനും ഉമ്മ അവര് തൊടുപുഴയിൽ നിന്ന് വന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പായെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഇവനിപ്പോ നമ്മള് ഒരു വിജയം കൊടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫിന്റെ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്. അത് ആസിഫ് എന്നുള്ളത് മാത്രമല്ലേ, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ബീച്ചേട്ടനായിക്കോട്ടെ, നമ്മൾ നരേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും. പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു 4-5 യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല, ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി. ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളത്. ആ 2 മണിക്കൂറെടുത്ത് നരേറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി. അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്.
അതിനുമ്പ് അറിയാമെങ്കിലും. അപ്പൊ അന്ന് മുതലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആസിഫ് തരുന്ന ഒരു ഡേറ്റ്, അവിടെ നമ്മൾ സുഹൃത്തല്ലല്ലോ, പ്രൊഫഷണലിയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം, എനിക്കും ഗുണം ചെയ്യണം. അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധേഡാണ് അതിനെക്കുറിച്ച്. ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്, അല്ലേ ജാഫർ? അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത്ത് സാറ് വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമുള്ളത്, ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ അതെ, ഫിറോസ് ബാബു, കറക്റ്റ്. ബാബു എന്നാണ് പറയുന്നത്. നമുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതിയും അതൊന്നും എനിക്കറിയില്ല. അതെ, എക്സാക്ട്ലി. ആ ഭയങ്കര മനോഹരമായ സീനാണ്. നിങ്ങൾ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം. അതിൽ മമ്മൂക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്, ഗംഭീര സീനാണ്. അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫർക്കയെ കുറിച്ചാണ്. ഞാൻ ജാഫർക്കെ അന്നാണ് നോട്ട് ചെയ്തത്. ജാഫർക്കെ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ്. അതിനൊപ്പം മിമിക്രിയിൽ എനിക്കറിയാമോ ജാഫർക്കയെ? അന്ന് നോട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകും എന്നുള്ളത്. അങ്ങനെയാണ് ബൈസിക്കിൾ ദിവസത്തിലേക്ക് വിളിക്കുന്നത്. ദീപകനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഹാഫ് കൂടെ കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷേ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളിന്റെ കരളേ എന്നുള്ള പാട്ട് ഉദയനാണ് തരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക്, സ്വയംവര ചന്ദ്രിക, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകിന്. പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല, മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് 18 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. പണ്ടൊക്കെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും 3 ദിവസം അല്ലേ, 3 ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്ത് 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും. ഇന്നത്തെ മാറി 20-22 ദിവസമായി. പക്ഷേ ഈ സിനിമയ്ക്ക് ഏതാണ്ട് 4-5 മാസം ദീപക് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത്രയും ഞാൻ പറഞ്ഞു, ഇവർ 2 പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ. പക്ഷെ ആ നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്.